എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ നവമാധ്യമങ്ങളിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ട് പേരുകളാണ് അർജുനനും മനാഫും. മനാഫ് ഒരു 2 ദിവസം മുമ്പ് കേരളത്തിന്റെ അഭിമാനമായിരുന്നു, മനാഫ് മനസ്സാക്ഷിയുടെ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആളുകൾ അദ്ദേഹത്തിന് അനുകൂലമായ കവിതകൾ പോലും എഴുതി. പക്ഷേ കഴിഞ്ഞ ദിവസം അർജുനന്റെ കുടുംബത്തിൽ നിന്നുണ്ടായ വേദനാജനകമായ ഒരു സംഭവം കേരളത്തിന്റെ മനസ്സാക്ഷിയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. മനാഫ് എന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം കൊണ്ട് തന്നെയാണ് അർജുൻ എന്ന മനുഷ്യനെ ശിരൂരിൽ നിന്നും ഗംഗാവാലി പുഴയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ള യാതൊരു തർക്കവുമില്ല എന്ന് വാർത്ത24 പറയുകയാണ്. ശിരൂരിൽ 72 ദിവസം തങ്ങി തന്റെ തൊഴിലാളിയെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും അവന്റെ ഏതെങ്കിലും ഒരു ശരീര അവശിഷ്ടങ്ങളോ ഭാഗങ്ങളോ അല്ലെങ്കിൽ അവനെ ജീവനോടെയെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി അഘോരാത്രം പണിപ്പെട്ട ഒരു വ്യക്തിയാണ് മനാഫ് എന്ന് യാതൊരു തർക്കവുമില്ല. ഈ വിഷയത്തിൽ കുടുംബം എന്തു തന്നെ പറഞ്ഞാലും വാർത്ത24 മനാഫിനൊപ്പം തന്നെയാണെന്ന് യാതൊരു തർക്കവുമില്ല. മനാഫ് എന്ന മനുഷ്യൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ, അതുമായി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളൊക്കെ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ഘടകവിരുദ്ധമായി അർജുനന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ അളിയൻ അടക്കമുള്ള ആളുകൾ ഇന്നലെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് മനാഫിനെതിരായി വളരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ വാർത്ത24നും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശിരൂരിലെ വലിയ പ്രളയത്തിൽ ഗംഗാവാലി പുഴയിലേക്ക് അർജുൻ അടങ്ങുന്ന വാഹനങ്ങൾ പോയിട്ട് 72 ദിവസത്തിന് ശേഷമാണ് ആ വാഹനം തിരിച്ചെടുക്കാൻ സാധിച്ചതെന്ന് നമ്മൾ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കണ്ടതാണ്. ഈ ദിവസം അത്രയും മനാഫ് എന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അവിടെ അർജുനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ആവശ്യമായ നടപടികളായി മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ ചില വീഴ്ചകൾ ചിലപ്പോൾ മനാഫിന്റെയും അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളത് തർക്കമില്ല. കാരണം അവർ മനുഷ്യരാണ്. അവർ മനാഫ് എന്ന വ്യക്തി സ്വന്തം തൊഴിലാളിയായ അർജുനോട് വൈകാരികമായ ബന്ധം വെച്ചുകൊണ്ട് ആണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതെന്ന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അവർക്ക് ചില വീഴ്ചകൾ സംഭവിക്കാം. അവർ സർക്കാർ സംവിധാനത്തിന്റെയോ ഒരു സിസ്റ്റമാറ്റിക് സംവിധാനത്തിന്റെയോ ഭാഗമായി പ്രവർത്തിക്കുന്നതല്ല. അവരുടെ ഈ വൈകാരികത കൊണ്ടോ അവരുടെ ചിലപ്പോൾ പ്രവർത്തനങ്ങൾ കൊണ്ടോ ചിലപ്പോൾ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനത്തിന് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നേരിടാം എന്നുള്ള യാതൊരു തർക്കവുമല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അർജുനന്റെ കുടുംബം മനാഫിനോട് കാണിച്ചത് വളരെ നീതികേടാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ മനുഷ്യന് വലിയ സാമ്പത്തിക നിലയുണ്ട്. അദ്ദേഹത്തിന് യൂട്യൂബിന്റെ റീച്ച് കൂട്ടുന്നതിനും യൂട്യൂബിന്റെ വരുമാനം കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി കൊടുത്തുകൊണ്ടേയിരുന്നത് എന്ന് അർജുനന്റെ ഫാമിലി ഈ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറയുകയുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അർജുനന്റെ പ്രതികരണങ്ങൾ, അർജുനന്റെ വീട്ടുകാരുടെ പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഈ മനാഫിന്റെ പ്രതികരണവും ഞാൻ കൃത്യമായി കേട്ടു. മനാഫ് കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷി വളരെ ഭദ്രമാണ്. അദ്ദേഹത്തിന് 5-6 ലോറികളും 4-5 തടിഡിപ്പോകളും അതുപോലെ തന്നെ മലേഷ്യയിലെ ഹോട്ടൽ വ്യവസായവും ഒക്കെ നടത്തുന്ന അദ്ദേഹം അത്യാവശ്യമല്ല നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു മനുഷ്യനാണ്. ആ അദ്ദേഹത്തെ പറ്റിയാണ് ഈ കുടുംബം ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹം അത്തരത്തിലുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാനിടയായ സാഹചര്യം ഈ അർജുന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അർജുനെ എങ്ങനെയും കണ്ടെത്തുന്നതിനാവശ്യമായ ആ വാർത്ത ഇങ്ങനെ ലൈവായി നിർത്തുന്നതിനും അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പക്ഷെ ആ ചാനൽ തുടങ്ങിയത് കൊണ്ട് വളരെയധികം ഗുണങ്ങളും ഉണ്ടായിട്ടുള്ളത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അർജുനന്റെ പെങ്ങളടക്കമുള്ള ആളുകൾ മനാഫിക്കായിക്ക് വളരെയധികം പ്രതിസന്ധി നേരിടുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ അത് നേരെ ഘടകവിരുദ്ധമായി ജിതിൻ എന്ന അദ്ദേഹത്തിന്റെ അളിയൻ പറയാനിടയായ സാഹചര്യം എന്താണെന്ന് മലയാളികൾക്ക് അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട്. കാരണം യൂട്യൂബിന്റെ വരുമാനം കൊണ്ടല്ല മനാഫ് എന്ന മനുഷ്യൻ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് അതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ശേഷിയും അതോടൊപ്പം തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതാണ്. അദ്ദേഹം പറയുന്നുണ്ട് 75,000 രൂപയുടെ അദ്ദേഹത്തിന് മാസ വരുമാനം ഞാൻ കൊടുക്കുന്നുണ്ട്, അതിന് തികയാത്തപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചിലപ്പം ഈ സാലറിയെ പറ്റിയോ ചില കാര്യങ്ങളെ പറ്റിയോ കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു വരുത്തി സംസാരിക്കാവുന്ന കാര്യമേ ഉള്ളായിരുന്നു. അത് പക്ഷേ പൊതുമധ്യത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ മോശകരമായ ഒരു പ്രവൃത്തി കാണിച്ചത് വളരെയധികം വേദനാജനകമായി പോയെന്ന് യാതൊരു തർക്കവുമില്ല. കേരളീയത്തിലെ പ്രബുദ്ധരായ മലയാളികൾ, മനസാക്ഷിയുള്ള മലയാളികൾ ഒരിക്കലും അർജുനന്റെ കുടുംബത്തെ ന്യായീകരിക്കാൻ പോകുന്നില്ല. കാരണം
അർജുൻ എന്ന വ്യക്തിക്ക് മാത്രമല്ല, ഇതിനു മുമ്പത്തെയും കേരളത്തിലെ പല വ്യക്തികൾക്കും പലവിധ അനുഭവങ്ങളും പലവിധ ദോഷകരമായ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പം പ്രളയവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ എത്രയോ ആളുകളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എത്രയോ ആളുകൾക്കാണ് നമുക്ക് ഇതുപോലുള്ള ധനസഹായം കൊടുക്കുവാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വീരോചിതമായ യാത്രയപ്പ് നടത്തുവാനോ ഒന്നും നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ അർജുനന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അറ്റൻഷൻ കിട്ടിയത്, അർജുനന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വരവേൽപ്പ് കിട്ടിയത്, അർജുനെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂടി ഇതല്ലെങ്കിൽ പൊതുസമൂഹം ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇടയായ സാഹചര്യം മനാഫ് എന്ന ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമാണെന്നുള്ള യാതൊരു തർക്കവുമില്ല. മനാഫ് മാത്രമല്ല, നാട്ടിലെ ദൃശ്യ മാധ്യമങ്ങളൊക്കെ അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ മനാഫിന്റെ യൂട്യൂബ് ചാനല് ലോറിക്കാരൻ എന്ന് പറഞ്ഞ ലോറിക്കാരൻ എന്താണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്, അതിന് വലിയ പങ്കുണ്ടെന്ന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അർജുനന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യം കിട്ടിയെന്നുള്ള യാതൊരു തർക്കവുമില്ല. ഒരുപാട് ആളുകൾ പിന്നെ ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ച് നമ്മൾ ആരും അറിയാതെ, മലയാളികൾ അറിയാതെ മരണപ്പെട്ടു പോകുന്ന ഒരു അവസരത്തിലാണ് ഈ അർജുന് വളരെയധികം ബഹുമതിയും അതുപോലെ തന്നെ പ്രാധാന്യവും പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഒക്കെ കിട്ടി. അതിനൊക്കെ ഒരു കാരണക്കാരൻ മനാഫ് തന്നെയാണെന്ന് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ കേരള സർക്കാർ ഇന്ന് 7 ലക്ഷം രൂപ അർജുന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടുംബത്തിന് സഹായത്തിന് വേണ്ടി. അതോടൊപ്പം തന്നെ വയനാട്ടിലെ ദുരിതം അനുഭവിച്ച വളരെയധികം കുടുംബക്കാരെയൊക്കെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അർജുന്റെ കുടുംബത്തിനും സർവീസ് സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ദൃശ്യ പത്രമാധ്യമങ്ങളുടെ ഇടപെടലിലൂടെ ആണെന്ന് യാതൊരു തർക്കവുമില്ല. അത്തരത്തിലുള്ള ആ ഒരു അവസരത്തിലാണ് ഈ അർജുനന്റെ അളിയനടക്കമുള്ള ആളുകൾ പരസ്യമായി വാർത്ത സമ്മേളനം വിളിച്ചുകൊണ്ട് ഒരു മനാഫ് എന്ന ഒരു വ്യക്തിയെ വളരെ മോശകരമായി കേരളീയ സമൂഹത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് നിർഭാഗ്യകരമായി പോയി എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ 72 ദിവസവും ഈ ശിരൂരിൽ പോയി തങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ നിരവധിയായ വ്യവസായങ്ങൾ ചെയ്യുന്ന ലോറി മുതലാളിമാരും മറ്റു വ്യാപാരികളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തനായി നിന്നുകൊണ്ട് മനാഫ് എന്ന മനുഷ്യൻ തന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ അവനൊരു പ്രയാസമുണ്ടായപ്പോൾ, അവൻ അപകടമുണ്ടായപ്പോൾ അവന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവനെ എങ്ങനെയെങ്കിലും അവിടുന്ന് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹത്തിൽ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു. അതിനകത്ത് ചില വീഴ്ചകൾ ഉണ്ടാകാം, കാരണം മനുഷ്യരാണ്. അതൊരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമല്ല, ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമല്ല. ചിലപ്പോൾ വൈകാരികമായ ചില ഇടപെടലുകൾ നടത്തി കാണും. അതൊക്കെ ചിലപ്പോൾ അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ പോലീസിനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായി കാണും. അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അത് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മനാഫിനെ മോശകരമായി ചിത്രീകരിക്കുന്ന നടപടികൾ ആരുടെ ഭാഗത്തുണ്ടായും അത് അംഗീകരിക്കപ്പെടാൻ പോകുന്ന കാര്യമല്ല. അത് തീർത്തും നിരാശജനകമാണ്. അർജുൻ മരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നതിന് ശേഷം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അത്തരത്തിലാണ് ഈ കുടുംബം വന്ന് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം നടത്തിയത്. കേരളത്തിലെ ജനങ്ങളെ വളരെയധികം സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അർജുനന്റെ കുടുംബത്തിനൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് വാർത്ത 24 പറയാനുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട മനാഫിനോടും അതുപോലെ കുടുംബത്തോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ വിവാദങ്ങളിൽ നിന്നും ഒഴിവാകണം. മനാഫ് അത് മാന്യമായ ഭാഷയിലാണ് ഇപ്പോഴും പ്രതികരിച്ചത്. അദ്ദേഹം 2 ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ എന്തെങ്കിലും വികാര വിഷയവും കൊണ്ടോ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായതുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ ഞാൻ അതിനകത്ത് കൂടുതൽ പ്രതികരണങ്ങളൊന്നും നടത്താൻ പോകുന്നില്ല എന്നുള്ള ഒരു മാന്യമായ ഭാഷയാണ് പിന്നെ മനാഫിന്റെ ഭാഗത്തുണ്ടായത്. അതോടൊപ്പം തന്നെ അർജുനന്റെ പേര് ഒരു തൊഴിലാളി മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഇടുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുണ്ടാകുന്ന അതൃപ്തി എനിക്ക് മനസ്സിലാകുന്നില്ല. മനാഫ് പറയുന്നുണ്ട്, എന്റെ അച്ഛനായ എന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ, എന്റെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എന്റെ പിതാവായ സാഗർ കോയയുടെ പേര് എന്ന ആ പേരാണ് എന്റെ വാഹനത്തിൽ ഇട്ടേക്കുന്നത്. ആ പേര് മാറ്റിക്കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട തൊഴിലാളിയായ അർജുനന്റെ പേര് ഞാൻ ആ വാഹനത്തിൽ. അതിനകത്ത് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെല്ലാം പറയുന്ന അർജുനെ വിറ്റ് കാശുണ്ടാക്കുന്നു, അതിന്റെ പേര് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാക്കുന്നു. അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അതിന്റെ ഒന്നും ഒരു ആവശ്യകതയുള്ള ഒരു മനുഷ്യനല്ല അദ്ദേഹത്തിന് അതിനാവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും സാമ്പത്തിക നിലയും ഒക്കെ വളരെ ഭദ്രമായ ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ അവസരത്തിൽ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് വളരെയധികം മോശകരമായി പോയി. കേരളീയ സമൂഹത്തിൽ അർജുനന് ഉണ്ടായ ഒരു പ്രാധാന്യം, അർജുനനെ ബഹുമാനിക്കുന്ന കേരളത്തെ മലയാളികൾ, അർജുനനെ സ്നേഹിച്ച മലയാളികൾക്കിടയിൽ അത് ഈ ഇത്തരത്തിലുള്ള മനാഫിനെ എതിരായി പറഞ്ഞ ഒരു സംഭവങ്ങളെല്ലാം വളരെയധികം വേദന ഉണ്ടാക്കി എന്നുള്ള യാതൊരുക്കുമല്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളില്ലാതെ അല്ലെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുവാനും ആ കുടുംബത്തെ മനാഫും അർജുന്റെ കുടുംബമായി നല്ല രീതിയിൽ പോകാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.